സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ ചാൻസലർക്ക് പരാതി നൽകിയെന്ന് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗം എ.കെ. അനുരാജ്. വൈസ് ചാൻസലറും പോലീസും പ്രതിഷേധക്കാരുമായി ഒത്തുകളിച്ചു. സെനറ്റ് ഹൌസിന്റെ നിയന്ത്രണം പ്രതിഷേധക്കാർക്ക് വിട്ടുകൊടുത്തു. പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരിയെയും മറ്റ് 7 അംഗങ്ങളെയും മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തിയെന്നും എ.കെ. അനുരാജ് 24 വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളാണ് ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്. ചാൻസലർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വലിയ പ്രതിഷേധമാണ് അവർക്കെതിരെ ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ സെനറ്റ് അംഗങ്ങൾ ചാൻസലർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നതിന് നമുക്കൊപ്പം ചെയ്യുന്നത് സെനറ്റ് അംഗം എ.കെ. അനുരാജാണ്. എങ്ങനെയൊക്കെയാണ് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി അറിയിപ്പ് അനുസരിച്ച് രജിസ്ട്രാറുടെ നോട്ടീസ് അനുസരിച്ചാണ് സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ യോഗത്തിനെത്തിയത്. രാവിലെ 10 മണിക്കായിരുന്നു യോഗം. അതിന് മുന്നേ തന്നെ അവിടെ എത്തി. അവിടെ പ്രതിഷേധക്കാരെ കണ്ടു. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലീസോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷാ ജീവനക്കാരോ എത്തുമെന്നാണ്. എന്നാൽ അല്പ നിമിഷങ്ങൾക്കകം കണ്ടത് ആ ഗേറ്റിൻ്റെ നിയന്ത്രണം പ്രതിഷേധക്കാർ കൈയടക്കുന്നതാണ്. അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റാനോ പോലീസോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷാ ജീവനക്കാരോ ശ്രമിച്ചില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം പ്രതിഷേധം ഉണ്ടായെങ്കിലോ എന്നുള്ള ആശങ്ക നിമിത്തം തലേ ദിവസം തന്നെ ഞങ്ങൾ വൈസ് ചാൻസലർക്കും അതുപോലെ രജിസ്ട്രാർക്കും സെനറ്റ് യോഗത്തിന് ആവശ്യമായ സുരക്ഷ ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെയിൽ അയച്ചിരുന്നു. എന്ന് മാത്രമല്ല, രാവിലെ ഗേറ്റിലെത്തിയ സെനറ്റ് അംഗങ്ങളിൽ ചിലരെ പ്രതിഷേധക്കാർ അവരുടെ കയ്യിലുള്ള പട്ടിക നോക്കി അകത്ത് കടത്തുകയും മറ്റു ചിലരെ കയറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോൾ വീണ്ടും ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ്, ഞങ്ങൾ സെനറ്റ് ഹൗസിൻ്റെ ഗേറ്റിൽ തടഞ്ഞിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും മെയിൽ അയച്ചിരുന്നു. എങ്കിൽ പോലും ഫലപ്രദമായ നടപടി ഉണ്ടായില്ല. അല്പം കഴിഞ്ഞാണ് പോലീസ് എത്തിയത്. അവർ തന്നെ ആദ്യം വന്ന പോലീസുകാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പിന്നീട് കുറച്ചുകൂടി പോലീസുകാർ വന്നു. അവരെത്തി എങ്കിലും സെനറ്റ് യോഗം തുടങ്ങുന്നത് വരെയൊന്നും നടപടി ഉണ്ടായില്ല. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരംഭിച്ചു. ആ സാഹചര്യത്തിലും സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന ചിന്തയിലായിരുന്നു ഞങ്ങൾ, പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ പോലീസ് നടപടി വളരെ പതുക്കെയാണ് എന്ന രീതിയിലാണ് അനുഭവപ്പെട്ടത്. അങ്ങനെ പോലീസ് എല്ലാ പ്രതിഷേധക്കാരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് മുന്നേ തന്നെ യൂണിവേഴ്സിറ്റി അധികൃതർ സെനറ്റ് യോഗം അവസാനിപ്പിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. ഇവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സംഘർഷം നടക്കുമ്പോൾ ഞങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ, അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ പുറത്തു നിർത്തപ്പെട്ടവരിൽ ഒട്ടും കാഴ്ചശക്തിയില്ലാത്ത പത്മശ്രീ ജേതാവായ ശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ളവരുണ്ട്. ഞങ്ങളൊക്കെ അവിടെ തടഞ്ഞ നിലയിൽ ഞങ്ങളെ കണ്ടിട്ടും ആ സമയത്ത് അതിലൂടെ കടന്നുപോയ വൈസ് ചാൻസലറോ അതുപോലെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ഉന്നത പദവികളിലിരിക്കുന്നവരോ സമരക്കാരെ പ്രതിഷേധക്കാരെ മാറ്റി സെനറ്റ് അംഗങ്ങളെ അകത്തു കടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയില്ല. നാം ഓർക്കേണ്ടത് സർവകലാശാലയുടെ ഏറ്റവും ഉന്നതാധികാര സമിതികളിൽ ഒന്നാണ് സെനറ്റ്. ആ സെനറ്റിൻ്റെ അംഗങ്ങളെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ നോട്ടീസ് അയച്ചതനുസരിച്ച് ക്ഷണപ്രകാരമാണ് ഞങ്ങളവിടെ ചെന്നത്. അത്തരത്തിൽ ക്ഷണം കിട്ടിയ ഞങ്ങൾക്ക് അകത്ത് കടക്കാൻ സാധിക്കാതെ പോവുകയും അതേസമയം ക്ഷണിച്ചവരാരാണോ അവർ അകത്ത് യോഗം ചേരുകയും അതുപോലെ തന്നെ പുറത്തുള്ളവർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കാത്ത രീതിയിൽ നേരത്തെ സെനറ്റ് യോഗം അവസാനിപ്പിച്ച് പിരിയുകയുമാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ VCയും അതുപോലെ പോലീസും ഒക്കെ പ്രതിഷേധക്കാർക്ക് ഒപ്പം നിന്നു ഒത്തുകളിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി സെനറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ പ്രതിഷേധക്കാർക്ക് പ്രതിഷേധിക്കുക എന്നുള്ളത് അവരുടെ തീരുമാനമോ അവരുടെ രീതിയോ ആയിരിക്കാം. ഞങ്ങൾ ചെന്നത് യൂണിവേഴ്സിറ്റി അധികൃതർ ക്ഷണിച്ചതനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിലാണ്. അവർക്ക് സുരക്ഷയൊരുക്കുക എന്നുള്ളതും അതുപോലെ സെനറ്റ് യോഗത്തിന് എത്തിയ അംഗങ്ങളെ അതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതും തീർച്ചയായിട്ടും അത് വൈസ് ചാൻസലറുടെ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ചുമതലയാണ്. അത് നിർവഹിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പോലീസുമായും അതുപോലെ പ്രതിഷേധക്കാരുമായും ഒത്തുകളിച്ചുകൊണ്ട് സെനറ്റ് യോഗത്തിൽ ഏതാനും അംഗങ്ങൾ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു എന്നുകൂടെയാണ് ഞങ്ങളുടെ ഇതിനകത്തുള്ള നിരീക്ഷണം. ഈ വിഷയത്തിൽ നിങ്ങൾ പരാതി നൽകിയെങ്കിലും അങ്ങനെ ഒരു പരാതിയെ സംബന്ധിച്ച് തനിക്കറിയില്ല, മാധ്യമങ്ങളോട് വന്ന വാർത്തയ്ക്കപ്പുറത്ത് തനിക്കിതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്നാണ് VC പ്രതികരിക്കുന്നത്. എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഞങ്ങൾ ഇന്നലെ ഈ പ്രശ്നമുണ്ടായ ശേഷം ഞങ്ങൾ വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും കണ്ടിരുന്നു. അതുപോലെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ എല്ലാം പരാതികൾ കൊടുത്തിട്ടുണ്ട്. വൈസ് ചാൻസലർക്ക് കൊടുത്ത പരാതിയിൽ ഞങ്ങൾക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയതിന് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി സംവിധാനത്തിന് പറ്റിയ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അദ്ദേഹവുമായി വിശദമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അടുത്ത യോഗത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നും
അതുപോലെ തന്നെ ഈ യോഗത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലുമൊക്കെയുള്ള പ്രതികരണങ്ങളാണ് യൂണിവേഴ്സിറ്റി അധികൃതരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇനിയുള്ള സെനറ്റ് യോഗങ്ങളിലും ഗവർണറുടെ നോമിനികളായി എത്തുന്ന ആളുകളെ പങ്കെടുപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് SFIക്കുള്ളത്. എങ്ങനെയായിരിക്കും ആ വിഷയത്തെ കാണുന്നത്? അല്ലെ, സമരക്കാരുടെ നിലപാടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലർ നോമിനേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് അംഗങ്ങളാണ്. ഞങ്ങളുടെ ദൗത്യം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നല്ലതുപോലെ പഴി കേൾക്കുന്ന ഒരു കാലമാണ്. അതിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് സംഭാവന അർപ്പിച്ചിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് കാലിക്കറ്റ് സർവകലാശാല. ആ സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും ഇന്ന് ദേശീയ നിലവാരത്തിലുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ NEP പുതിയ വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ട് പോകുന്നത്. അതിന് ചേരുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ സാധ്യമാക്കുക എന്ന ദൗത്യം നമുക്കുണ്ട്. അത് കാലിക്കറ്റ് സർവകലാശാലയ്ക്കുണ്ട്. അത് നടത്തില്ല, അല്ലെങ്കിൽ അതിന് അവസരമൊരുക്കില്ല എന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർവകലാശാലയുടെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിനെ പ്രതിരോധിക്കുന്നവർ, അവർ ഏത് ശക്തിയായാലും ഏത് സംഘടനയായാലും ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നവരായാലും ചെയ്യുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. അതിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുകയോ അല്ല കേരള സമൂഹം ചെയ്യേണ്ടത്. മറിച്ച് എന്താണ് യാഥാർത്ഥ്യം അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട ചാൻസലർ അതത് മണ്ഡലങ്ങളിലെ പ്രാവീണ്യമുള്ളവരെ, പ്രമുഖരെ കണ്ടെത്തിയാണ് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. അവരുടെയൊക്കെ സംഭാവന, എല്ലാ സെനറ്റ് അംഗങ്ങളുടെയും സംഭാവന എടുത്തുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അത്തരത്തിൽ എന്തൊക്കെ സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് സെനറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് തീർച്ചയായിട്ടും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുന്നത്. തുടർന്നതും യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ സക്രിയമായി ഞങ്ങൾക്ക് വഹിക്കാവുന്ന പങ്ക് ഏറ്റവും നന്നായി വഹിക്കാൻ ശ്രമിക്കും. പ്രതിഷേധങ്ങൾ ഉയർന്നാലും അതിനെ വകവയ്ക്കാതെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അടുത്ത സെനറ്റ് യോഗങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കും എന്നുള്ള നിലപാട് തന്നെയാണ് സെനറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.